of Trichur Heart Hospital Limited, first NABH accredited hospital in Thrissur. നടനും സംവിധായകനുമായ ബാലചന്ദ്ര മേനോനും ജാഫർ ഇടുക്കിക്കുമെതിരെ പീഡന പരാതിയുമായി ആലുവ സ്വദേശിയായ നടി. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് നമ്മളിപ്പോൾ പോവുകയാണ്. നടൻ സിദ്ദിഖിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു സുപ്രീം കോടതിയിൽ നിന്ന് എന്ന് പറയാവുന്ന രീതിയിൽ കാര്യങ്ങൾ വന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അറസ്റ്റ് തടഞ്ഞിരിക്കുന്നു സുപ്രീം കോടതിയിൽ നിന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. നടൻ സിദ്ദിഖിനെ സംബന്ധിച്ചിട്ട് അല്പം ആശ്വാസകരമായ വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നു. സുപ്രീം കോടതിയിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യ ഹർജിയിൽ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് അറസ്റ്റ് തടഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്ത വന്നിരിക്കുന്നു. സുപ്രീം കോടതിയിൽ സിദ്ദിഖിൻ്റെ ജാമ്യ ഹർജി പരിഗണിക്കുന്ന നിമിഷങ്ങളാണ് ഇപ്പോൾ. അതുമായി ബന്ധപ്പെട്ട് സിദ്ദിഖിന് വേണ്ടി പ്രമുഖ അഭിഭാഷകനായ മുകുൾ റോഹ്തഗി വാദങ്ങൾ ഉന്നയിച്ചു. ഇതിൽ സുപ്രീം കോടതി ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഈ പരാതി നൽകാൻ ഇത്ര വൈകി എന്നുള്ളതാണ്. എന്തായാലും സിദ്ദിഖിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ നിമിഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ബലാത്സംഗ കേസിൽ പ്രതി സിദ്ദിഖിന് ഇടക്കാല സംരക്ഷണം ലഭിച്ചിരിക്കുന്നു. അറസ്റ്റ് തടഞ്ഞിരിക്കുന്നു. സിദ്ദിഖിൻ്റെ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നു. സിദ്ദിഖ് പടപ്പടയ്ക്കുന്ന ഹൃദയത്തോടെ മിടിപ്പോടെ ഈ കോടതി നടപടി ഏതോ ഒളിവിടത്തിലിരുന്ന് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അല്പം ആശ്വാസം വരുന്നു. സിദ്ദിഖിന് ഇടക്കാല സംരക്ഷണമാണ്. അറസ്റ്റ് തടഞ്ഞിരിക്കുന്നു. സിദ്ദിഖിൻ്റെ അറസ്റ്റ് ബലാത്സംഗ കേസിൽ തടഞ്ഞിരിക്കുന്നു. ഇടക്കാല സംരക്ഷണം നൽകിയിരിക്കുന്നു. അറസ്റ്റ് തടഞ്ഞിരിക്കുന്നു. സർക്കാർ എതിർവാദങ്ങൾ ഉന്നയിച്ചെങ്കിലും അറസ്റ്റ് തടഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പക്ഷേ പ്രത്യേക അന്വേഷണ സംഘത്തിനും അല്പം ആശ്വാസമുള്ള വാർത്തയാണ്. കാരണം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു അന്വേഷണ സംഘം. എന്തുകൊണ്ട് സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യുന്നില്ല? അതിൻ്റെ പിറകിൽ ഉന്നതന്മാരുടെ ഇടപെടൽ കണ്ട് അവർ പതുങ്ങിയിരിക്കുകയാണോ എന്നൊക്കെയുള്ള ആരോപണങ്ങൾ വന്നിരുന്നു. ഇപ്പോൾ ഇതാ സിദ്ദിഖിന് ഇടക്കാല സംരക്ഷണം, അറസ്റ്റ് തടഞ്ഞിരിക്കുന്നു. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന് സുപ്രീം കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നു. ഇനി സിദ്ദിഖിന് ഒളിവിടം വിട്ട് പുറത്തേക്ക് വരാം. ഭയരഹിതമായി പുറത്തേക്ക് വരാവുന്ന അവസ്ഥ ആയിത്തീർന്നിരിക്കുന്നു. സിദ്ദിഖിൻ്റെ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നു. ഇടക്കാല സംരക്ഷണമാണ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ പ്രമുഖ അഭിഭാഷകനായിട്ടുള്ള മുകുൾ റോഹ്തഗിയുടെ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ട് സിദ്ദിഖിന് ഇടക്കാല സംരക്ഷണം നൽകിയിരിക്കുന്നു. വാദങ്ങൾ, പ്രതിവാദങ്ങൾ എന്തൊക്കെയായിരുന്നു? ഏത് രീതിയിലാണ് ഈ അറസ്റ്റ് തടയലിലേക്ക്, സിദ്ദിഖിന് ജാമ്യം ലഭിക്കുന്ന രീതിയിലേക്ക് സുപ്രീം കോടതിയിൽ നടന്ന വാദം? KC ഉണ്ണികൃഷ്ണൻ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു. KC, എങ്ങനെയായിരുന്നു വാദം? MS, കൂടുതൽ വിവരങ്ങളൊന്നും വന്നിട്ടില്ല എന്നത് തന്നെയാണ്. ജാമ്യം ലഭിച്ചു എന്നത് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. കോടതി നടപടികളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും സിദ്ദിഖിൻ്റെ ആശ്വാസം എന്ന് തന്നെയാണ് ഇപ്പോൾ പറയേണ്ടിയിരിക്കുന്നത്. സിദ്ദിഖിന് ആശ്വാസം, 2 ആഴ്ചത്തേക്ക് ആശ്വാസമെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന് ഇടക്കാല ആശ്വാസമെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അറസ്റ്റ് തടഞ്ഞു എന്നതാണ് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരം. നേരത്തെ മുൻകൂർ ജാമ്യം തേടി സിദ്ദിഖ് ഹൈക്കോടതിയിലേക്ക് പോകുന്നു. അതേസമയം തന്നെ സിദ്ദിഖിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട നടപടികളുമായി അന്വേഷണ സംഘം സംസ്ഥാനത്ത് തെരച്ചിലടക്കം നടത്തുന്നു. എങ്കിൽ പോലും കണ്ടെത്താനായിരുന്നില്ല. തുടർന്നാണ് ഒരു തിരക്കിട്ട നീക്കങ്ങളെല്ലാം തന്നെ സിദ്ദിഖിന്റെ ഭാഗത്തു നിന്ന് വരികയായിരുന്നു. എന്തായാലും മുതിർന്ന അഭിഭാഷകൻ മുകുൾ റോഹ്തഗിയാണ് സിദ്ദിഖിന് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായത്. അന്വേഷണവുമായി സഹകരിക്കണമെന്ന ഒരു ഉപാധികൾ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഉപാധികൾ വിചാരണ കോടതി നിശ്ചയിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. 2 ആഴ്ചത്തേക്കാണ് സിദ്ദിഖിന്റെ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത്. 2 ആഴ്ചത്തേക്ക് ഒരു ആശ്വാസം, ഇടക്കാല ആശ്വാസം എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ നടപടികൾ ഉണ്ടായിരിക്കുന്നത്. കർശന ഉപാധികൾ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഉപാധികൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം വിചാരണ കോടതിയാണ് തീരുമാനിക്കുക. എന്തായാലും അന്വേഷണവുമായി സഹകരിക്കണമെന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി തന്നെ നമുക്ക് ചൂണ്ടിക്കാണിക്കാം. എന്തായാലും സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് നടൻ സിദ്ദിഖിന് ബലാത്സംഗ കേസിൽ ഇപ്പോൾ ഒരു താൽക്കാലികമായ ഒരു ആശ്വാസം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നത്. 2 ആഴ്ചത്തേക്ക് അറസ്റ്റ് തടഞ്ഞിരിക്കുന്നു എന്നതാണ് സുപ്രീം കോടതിയിൽ നിന്ന് വരുന്ന ഏറ്റവും പുതിയ വാർത്ത. ജാമ്യം ലഭിച്ചിരിക്കുന്നു, അറസ്റ്റ് തടഞ്ഞിരിക്കുന്നു. എന്തായാലും കർശന ഉപാധികൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാകുന്നത്. സിദ്ദിഖിന് ഇടക്കാല സംരക്ഷണമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. എന്തായാലും സിദ്ദിഖിന്റെ ഈ ജാമ്യം, ഒരുപക്ഷെ ജാമ്യം ലഭിച്ചില്ല എങ്കിൽ തിരുവനന്തപുരത്തെ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഹാജരായി കീഴടങ്ങുമെന്ന രീതിയിലുള്ള വാർത്തകളെല്ലാം തന്നെ നേരത്തെ പുറത്തു വന്നിരുന്നു. ആ രീതിയിലുള്ള വാർത്തകളും നേരത്തെ പുറത്തു വന്നിരുന്നു. എന്നാൽ അതെല്ലാം വേണ്ട എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഒരു ഇടക്കാല ജാമ്യം, ഇടക്കാല ആശ്വാസം സിദ്ദിഖിനെ സംബന്ധിച്ച് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും
ജസ്റ്റിസ് ബേല എം ത്രിവേദി, സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഈ ഹർജി മുൻകൂർ ജാമ്യം തരണമെന്ന ഹർജി പരിഗണിച്ചത്. എന്തായാലും സംസ്ഥാന സർക്കാരിന് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഐശ്വര്യ ഭാട്ടിയാണ് ഹാജരായത്. മുതിർന്ന അഭിഭാഷകൻ മുഗൾ റോത്തഗി സിദ്ദിഖിനായി ഹാജരായി. എന്തായാലും ഈ സിദ്ദിഖ് പ്രധാനമായും ഈ ജാമ്യ ഹർജിയിൽ ഉന്നയിച്ച ഒരു കാര്യം തനിക്കെതിരായ കേസിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് പ്രധാനമായും സിദ്ദിഖ് വാദിച്ചത്. ആ രീതിയിലായിരുന്നു നടപടിക്രമങ്ങൾ ഉണ്ടായത്. എന്തായാലും കോടതി നടപടികളുടെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല. 2 ആഴ്ചത്തേക്കാണ് ജാമ്യം ലഭിച്ചത് എന്ന വിശദാംശങ്ങൾ മാത്രമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഇടക്കാല സംരക്ഷണം ഉണ്ടായിരിക്കുന്നു സിദ്ദിഖിന്. അതോടൊപ്പം തന്നെ പരാതി നൽകാൻ കാലതാമസം ഉണ്ടായി എന്ന ഒരു വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു എന്ന വിശദാംശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 8 വർഷത്തോളം എന്ത് ചെയ്യുകയായിരുന്നു എന്നൊരു കാര്യം കൂടി കോടതി ചോദിക്കുന്നു. ആ രീതിയിലുള്ള കോടതിയിൽ നിന്നുള്ള വിശദാംശങ്ങളും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. 2 ആഴ്ചത്തേക്കാണ് സിദ്ദിഖിന്റെ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത്. പരാതി നൽകാൻ കാലതാമസം ഉണ്ടായെന്ന വാദമാണ് കോടതി ഇപ്പോൾ കണക്കിലെടുത്തുകൊണ്ട് ജാമ്യം നൽകിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. 8 വർഷമായി എന്ത് ചെയ്യുകയായിരുന്നുവെന്ന് കോടതി ചോദിക്കുന്നു. കൂടാതെ കർശന ഉപാധികൾ ഈ ജാമ്യവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഉപാധികൾ വിചാരണ കോടതിയാകാം തീരുമാനിക്കുക. അന്വേഷണ സംഘമായി സഹകരിക്കേണ്ടി വരും. കൂടാതെ മറ്റ് ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണ സംഘമായി സഹകരിക്കേണ്ടി വരും. ആ രീതിയിൽ ഉള്ള ഉപാധികളെല്ലാം തന്നെ കർശന ഉപാധികൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പരാതി നൽകിയതിലെ കാലതാമസം പരിഗണിച്ചാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത്. MS, ഇത് സിദ്ദിഖിനെ സംബന്ധിച്ചിട്ടൊരു പൂർണ്ണാശ്വാസം എന്ന് പറയാൻ കഴിയില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് വരുന്നത്. മുൻകൂർ ജാമ്യം അനുവദിച്ചു എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് വാർത്ത എങ്കിൽ മുൻകൂർ ജാമ്യം അതിന് കാലപരിധിയില്ല. ഇത് ഒരു 2 ആഴ്ച എന്നുള്ള സമയപരിധി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിലേറ്റവും അതിൻ്റെ പ്രാധാന്യം, അതിൻ്റെ ഗൗരവ സ്വഭാവം. അത് ഒട്ടും തന്നെ സുപ്രീം കോടതി ഗൗരവ സ്വഭാവം തള്ളിക്കളഞ്ഞിട്ടില്ല. അതേസമയം ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഇതിലെ കാലതാമസം എന്തിനായിരുന്നു എന്നുള്ള ചോദ്യം വളരെ പ്രധാനപ്പെട്ടതായിട്ട് വരുന്നു. നേരത്തെ തന്നെ മുകുൾ റോഹ്തഗിയിലേക്ക് ഈ കേസ് കൈമാറുന്ന സമയത്ത് സിദ്ദിഖിൻ്റെ ഇവിടെയുള്ള അഭിഭാഷകരെല്ലാം തയ്യാറാക്കിയ പ്രധാനപ്പെട്ട ഒരു വാദമായിട്ട് അവിടേക്ക് നൽകിയിരുന്നതും ഇത് തന്നെയായിരുന്നു, കാലതാമസം. ഇത്രയും വർഷത്തിന് ശേഷം എന്തുകൊണ്ട് ഇപ്പോൾ പരാതി എന്നുള്ളത്. അത് ഈ സമാനമായ കേസുകളിലും സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട് എങ്കിൽ പോലും അത് ജാമ്യം, ഇടക്കാല ജാമ്യം അനുവദിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ മാത്രമാണ് അത് പരിഗണനാർഹമായിട്ട് വരികയുള്ളൂ. കാരണം വളരെ പ്രബലനായ ഒരു വ്യക്തി സിനിമയിൽ അടക്കി വാടുന്നു എന്നൊക്കെ പറയുന്ന ഒരു വ്യക്തിക്കെതിരെ ആ സമയത്ത് നൽകിയിരുന്നെങ്കിൽ തൻ്റെ ജീവന് പോലും ഭീഷണിയുണ്ട് എന്ന് ഒരു സ്ത്രീക്ക് വാദിക്കാൻ കഴിഞ്ഞാൽ ആ വാദത്തെ മുഖവിലേക്ക് എടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒന്നാണ്. പക്ഷേ ഒരു മുൻകൂർ ജാമ്യം ആയിട്ടത് വരുമ്പോൾ അത് പരിഗണിക്കേണ്ടതില്ല എന്നുള്ള നിലയിലേക്ക് വരുന്നു. എന്ന് മാത്രമല്ല, ഈ കേസ് സുപ്രീം കോടതി പരിഗണനയ്ക്കെടുത്ത് 4, 5, 6 ചോദ്യങ്ങൾ, അതിൽ അവസാനത്തെ ചോദ്യമായിട്ടാണ് ഈ വന്നിരിക്കുന്ന കാല താമസത്തെക്കുറിച്ചുള്ള ചോദ്യം വരുന്നത്. അതിൻ്റെ തൊട്ടുപിറകെ തന്നെ ഈ 2 ആഴ്ചയിലേക്കുള്ള അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള രീതിയിലുള്ള ഒരു മുൻകൂർ ജാമ്യം നൽകുകയും ചെയ്തിരിക്കുന്നു എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 8 വർഷം എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ള ചോദ്യവും അതിലൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് വരുന്നുണ്ട്. ഒപ്പം തന്നെ ഹേമ കമ്മിറ്റി ഈ കഴിഞ്ഞ നാളുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് 29ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്തു എന്ന് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വാദിച്ചപ്പോൾ അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണോ എന്നുള്ള മറുചോദ്യം കൂടി സുപ്രീം കോടതി ചോദിക്കുകയുണ്ടായി. ഇതുകൂടി ഇതിനോടൊപ്പം ചേർത്ത് വയ്ക്കാവുന്നതാണെന്ന് തോന്നുന്നു ഉണ്ണികൃഷ്ണൻ. തീർച്ചയായും ഗൗരവമായ പരാതിയായി തന്നെയാണ് കണ്ടിരിക്കുന്നത്. അത് 2 ആഴ്ചത്തേക്ക് മാത്രമാണ് ഇപ്പോൾ അറസ്റ്റ് തടഞ്ഞത് എന്ന വിശദാംശങ്ങളാണ് ലഭിക്കുന്നത്. എന്തായാലും പ്രധാനമായും സിദ്ദിഖിന്റെ വാദമെന്ന് പറയുന്നത് പരാതി നൽകാൻ വൈകി എന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ആ രീതിയിലൊരു നടപടിയിലേക്ക് സുപ്രീം കോടതി എത്തിയതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും 8 വർഷം എടുത്തു ഇത്തരത്തിലൊരു പരാതി നൽകാനായി എന്നതും അവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു എന്നതും പ്രധാനമായും പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും പരാതി നൽകിയ കാലതാമസം മാത്രം ചൂണ്ടിക്കാണിച്ച് ആ വാദം മുഖവിലക്കെടുക്കുകയായിരുന്നു കോടതി. ആ രീതിയിലാണ് ഇപ്പോൾ കോടതി ഈ രീതിയിൽ ജാമ്യം 2 ആഴ്ചത്തേക്ക് ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അന്വേഷണവുമായി സഹകരിക്കണമെന്ന് സിദ്ദിഖിന് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ജാമ്യം എന്ന് പറയുന്നത് എല്ലാ കാലത്തും അതായത് വിചാരണ കോടതിയുടെ ഉപാധികൾക്ക് വിധേയമായിരിക്കണം എന്നൊരു കാര്യം കൂടി കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എന്തായാലും ആ രീതിയിൽ അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കണമെന്ന കാര്യമാണ് കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. കൂടാതെ ഉപാധികൾ നിശ്ചയിക്കുക വിചാരണ കോടതിയാകുമെന്നും പറയുന്നത്. സംസ്ഥാന സർക്കാരിന് കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നു. 8 വർഷമായി എന്ത് ചെയ്തെന്ന്
സുപ്രീം കോടതി ചോദിക്കുന്നു. കാലതാമസത്തിൽ വിശദീകരണം നൽകണമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും 2 ആഴ്ചയ്ക്ക് ശേഷം ഈ കേസ് വീണ്ടും പരിഗണിക്കുമെന്നും ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. അതായത് 2 ആഴ്ചത്തേക്ക് ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നു. ആ സമയങ്ങളിൽ കോടതി വിചാരണ കോടതി നിർദ്ദേശിക്കുന്ന ഉപാധികൾ പാലിക്കണം. അതിനുശേഷം ആ 2 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും ഈ കേസ് വീണ്ടും കോടതി പരിഗണിക്കുന്നുണ്ട്. കൂടാതെ കേസിൽ കക്ഷി ചേരാൻ ശ്രമിച്ച മറ്റുള്ളവരെ കോടതി ശാസിച്ചെന്ന് ഇപ്പോൾ പറയുന്നു. അതോടൊപ്പം തന്നെ കേസുമായി ഇവർക്കൊരു ബന്ധമില്ലെന്നും കോടതി നിരീക്ഷിച്ചു. ആ രീതിയിലുള്ള വിശദാംശങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും 2 ആഴ്ചത്തേക്ക് ഇടക്കാല ആശ്വാസമാണ് സിദ്ദിഖിന് ലഭിച്ചിരിക്കുന്നത്. ഇടക്കാല സംരക്ഷണം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അന്വേഷണവുമായി സഹകരിക്കണമെന്നാണ് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 2 ആഴ്ചത്തേക്ക് സംരക്ഷണം നൽകുന്നു. അതോടൊപ്പം തന്നെ വിചാരണ കോടതി വയ്ക്കുന്ന നിബന്ധനകൾക്ക് വിധേയമായിരിക്കണം ഈ ജാമ്യ വ്യവസ്ഥ എന്നാണ് പറയുന്നത്. കൂടാതെ പരാതി നൽകാൻ കാലതാമസം ഉണ്ടായെന്ന വാദം കണക്കിലെടുത്തുകൊണ്ടാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. കൂടാതെ 8 വർഷമായി എന്ത് ചെയ്യുകയായിരുന്നു എന്നൊരു ചോദ്യവും കോടതി ഉന്നയിച്ചിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായതെന്നാണ് സംസ്ഥാനം കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അവിടെ കേസ് അന്വേഷണം നടക്കുകയാണെന്നും കോടതിയിൽ സംസ്ഥാനം ചൂണ്ടിക്കാണിച്ചു വന്ന വിവരങ്ങളും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. എന്തായാലും ഇതിൽ കക്ഷി ചേരാൻ ഉന്നയിച്ച് വന്ന ആളുകളെല്ലാം തന്നെ കോടതി ശാസിച്ചു. ഇവർക്ക് കേസുമായി ഒരു ബന്ധവുമില്ലെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും സിദ്ദിഖിന് ഒരു താൽക്കാലിക ആശ്വാസം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പരാതി നൽകിയതിലെ കാലതാമസം എന്ന വാദം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ സിദ്ദിഖിന് ഇടക്കാല ജാമ്യം 2 ആഴ്ചത്തേക്ക് ഇടക്കാല ജാമ്യം ലഭിച്ചിരിക്കുന്നു. അറസ്റ്റ് 2 ആഴ്ചത്തേക്ക് തടഞ്ഞിരിക്കുന്നു. ഉപാധികൾ വിചാരണ കോടതിയുടെ വ്യവസ്ഥകളെല്ലാം തന്നെ പാലിക്കണമെന്നാണ് സുപ്രീം കോടതി സിദ്ദിഖിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും 2 ആഴ്ചയ്ക്ക് ശേഷം ഈ കേസ് വീണ്ടും പരിഗണിക്കും. അതായത് ഈ പരാതി വന്നതിലെ കാലതാമസമാണ് കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. 8 വർഷക്കാലം എന്ത് ചെയ്യുകയായിരുന്നെന്ന് കോടതി ഒരു ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാനം ഇക്കാര്യത്തിൽ പറഞ്ഞു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും പരാതികളും അന്വേഷിക്കുകയാണെന്ന് സംസ്ഥാനം കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ആ രീതിയിലുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ സംസ്ഥാനം കോടതിയിൽ ബോധിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഈ കാലതാമസം, അതായത് കേസെടുക്കാൻ വന്ന കാലതാമസം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സിദ്ദിഖിന് ഇടക്കാല ആശ്വാസം ലഭിച്ചിരിക്കുന്നത്. MS, ഇതിൽ വിചാരണ കോടതി വെക്കാൻ പോകുന്ന ഉപാധികൾ എന്ന് പറയുന്നത് അതികർശനമാവാനാണ് സാധ്യത. അത് സാധാരണഗതിയിലുള്ള ഒരു മുൻകൂർ ജാമ്യം മാത്രമായിരുന്നെങ്കിൽ ഉപാധികൾ എങ്ങനെയായിരിക്കും എന്നുള്ളതിൽ നിന്ന് വ്യത്യസ്തതയുണ്ടാവും. 2 ആഴ്ചയിലേക്ക് മാത്രമുള്ള ഒരു മുൻകൂർ ജാമ്യം എന്ന് പറയുമ്പോൾ, അല്ലേ ഉണ്ണി? തീർച്ചയായും ഉപാധികൾ നമ്മൾ സാധാരണ കണ്ടുവരുന്ന പോലെ തന്നെ കൃത്യമായ രീതിയിൽ അന്വേഷണവുമായി സഹകരിക്കണം. അതോടൊപ്പം തന്നെ ഈ പരാതിക്കാരിയെ അല്ലെങ്കിൽ ആ രീതിയിൽ സ്വാധീനിക്കാനുള്ള ഒരു ശ്രമം നടത്തരുത്. അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത, ഇതെല്ലാം തന്നെ തടയുന്ന രീതിയിലേക്കാകും ഒരു ഉപാധി എന്നാണ് ഒരു സാധ്യത എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ രീതിയിലുള്ള സാധ്യതകളാകും ഉണ്ടാവുക. എന്തായാലും ഈ പരാതിക്കാരിയെ സ്വാധീനിക്കാനുള്ള നടപടി ഉണ്ടാകരുത്. അതോടൊപ്പം തന്നെ അന്വേഷണവുമായി പൂർണ്ണ സഹകരണം ഉണ്ടാകണം തുടങ്ങിയ കാര്യങ്ങളാകാം ഒരു ഉപാധിയായി വരിക. ആ രീതിയിൽ കർശന രീതിയിലുള്ള ഉപാധികൾ തന്നെയാകും ഉണ്ടാവുക. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു മുൻകൂർ ജാമ്യം എന്ന ഒരു വ്യവസ്ഥയിലേക്ക് വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഉപാധികളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഉപാധികളാകും. കാരണം വളരെ ചുരുങ്ങിയ കാലയളവിലേക്കാണ് ഒരു ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. എന്തായാലും കർക്കശമായ ഒരു ഉപാധികൾ അവിടെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഉപാധികൾ തീരുമാനിക്കുക വിചാരണ കോടതിയാണ്. അപ്പോൾ വിചാരണ കോടതി എന്ത് ഉപാധികൾ സ്വീകരിക്കും എന്നൊരു കാര്യം നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. എന്തായാലും ആ രീതിയിൽ ആ നടപടിക്രമങ്ങളെല്ലാം തന്നെ വരും ദിവസങ്ങളിൽ ഉണ്ടാകും. 2 ആഴ്ചയ്ക്കുള്ളിൽ ഈ കേസ് വീണ്ടും പരിഗണിക്കും. എന്നിട്ട് കേസിന്റെ സാധ്യതകൾ, പുരോഗതി എന്നിവയെല്ലാം തന്നെ കോടതി പരിശോധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇടക്കാല ഉത്തരവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സിദ്ദിഖിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വളരെ ആശ്വാസമായ ഒരു നടപടി തന്നെയാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ സിദ്ദിഖ് ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രധാനമായും ഉന്നയിച്ച ഒരു വാദമെന്ന് പറയുന്നത് കേസിൽ ഗൂഢാലോചന ഉണ്ടെന്നാണ് സിദ്ദിഖ് ഉന്നയിച്ചത്. അതോടൊപ്പം തന്നെ കോടതി ഈ ജാമ്യം നൽകാനായി കണ്ട കാര്യമെന്ന് പറയുന്നത് കേസെടുക്കാൻ വന്നതിലെ കാലതാമസമാണ്. അപ്പോൾ ഇക്കാര്യത്തിൽ സംസ്ഥാനം കോടതിയിൽ വ്യക്തമാക്കിയത് ഇത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വന്ന കേസായതിനാലാണ് കാലതാമസം വന്നത്. എന്തുകൊണ്ടാണ് 8 വർഷമായി താമസിച്ചെന്നൊരു കാര്യം കോടതി ചോദിക്കുന്നു. അതോടൊപ്പം തന്നെ 8 വർഷക്കാലം എന്ത് ചെയ്തു എന്നും ചോദിക്കുന്നുണ്ട്. അപ്പോൾ സംസ്ഥാനം കൃത്യമായി ബോധിപ്പിച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ രീതിയിൽ ഒരു നടപടി ഉണ്ടായത്. ഈ സംഭവത്തിൽ
ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് ഈ പരാതികളിൽ അന്വേഷണം നടക്കുകയാണെന്നും ഈ കോടതിയിൽ സംസ്ഥാനം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും താൽക്കാലിക ആശ്വാസം തന്നെയാണ് സിദ്ദിഖിന് ഉണ്ടായിരിക്കുന്നത്. ഒരു ഉപാധികൾ, കർക്കശമായ ഉപാധികൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. വിചാരണ കോടതിയാകാം ഉപാധികൾ തീരുമാനിക്കുക. സംസ്ഥാന സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ട് കോടതി ഒരു വിശദീകരണം നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് കേസെടുക്കാൻ വന്നതിലെ കാലതാമസം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഒരു വിശദീകരണം നൽകണമെന്നാണ് സംസ്ഥാന സർക്കാരിനോട് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും രണ്ടാഴ്ചക്കുള്ളിൽ അത് നൽകേണ്ടിയിരിക്കുന്നു. എന്തായാലും 2 ആഴ്ച കഴിഞ്ഞ് കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ ഇക്കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി തന്നെ കോടതി പരിശോധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വിചാരണ കോടതിയുടെ വ്യവസ്ഥകൾ പാലിക്കണമെന്ന കർശന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സുപ്രീം കോടതി സിദ്ദിഖിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം നടക്കുകയാണെന്ന് കോടതിയിൽ സംസ്ഥാനം അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് ഈ രീതിയിൽ ഒരു കേസ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഒരു നടപടി ഉണ്ടാവുന്നതെന്നാണ് സംസ്ഥാനം കോടതിയിൽ ബോധിപ്പിച്ചിരിക്കുന്നത്. 8 വർഷക്കാലമായി എന്ത് ചെയ്യുകയാണെന്ന് കോടതി സംസ്ഥാനത്തിനോട് ചോദിക്കുന്നു. ഇതിലൊരു വിശദീകരണമാണ്. അതായത് കേസെടുക്കാൻ കാലതാമസം. ഉണ്ണിയിലേക്ക് തിരികെ വരാം. സാമൂഹ്യ നിരീക്ഷകനായ AG ജോർജ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ AG ജോർജ്, ഇപ്പോൾ സിദ്ദിഖിന് ആശ്വാസം എന്നുള്ള നിലയിലാണ് ഈ വാർത്ത വരുന്നത്. മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നു സുപ്രീം കോടതി. യുവനടിയെ ബലാത്സംഗം ചെയ്തുവെന്ന കേസിലെ പ്രതിയായ നടൻ സിദ്ദിഖിന് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു. നടന്റെ അറസ്റ്റ് കോടതി തടഞ്ഞിരിക്കുന്നു. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ നടൻ ഒളിവിൽ പോയിരിക്കുകയായിരുന്നു. തന്റെ ഭാഗം കേൾക്കാതെയാണ് മുൻകൂർ ജാമ്യം നിഷേധിച്ചത് എന്നാണ് സിദ്ദിഖിന്റെ അഭിഭാഷകൻ ഇന്ന് സുപ്രീം കോടതിയിൽ വാദിച്ചത്. അന്വേഷണവുമായിട്ട് സഹകരിക്കും, പരാതിക്കാരിയുടെ മൊഴിയല്ലാതെ വേറെ ഒരു തെളിവുമില്ല, പരാതി സിനിമയിലെ ചേരിപ്പോരിൻ്റെ ഭാഗമാണ് എന്നൊക്കെ സിദ്ദിഖ് കോടതിയെ അറിയിക്കുകയുണ്ടായി. ജസ്റ്റിസുമാരായ ബേല ത്രിവേദി, സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിച്ചത്. സംസ്ഥാന സർക്കാരിന് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറലും മുതിർന്ന അഭിഭാഷകയുമായ ഐശ്വര്യ ഭാട്ടിയെയാണ് ഹാജരായത്. മുൻ സോളിസിറ്റർ ജനറൽ രഞ്ജിത് കുമാർ ഓൺലൈൻ വഴിയും കേരളത്തിന് വേണ്ടി ഹാജരായി. ശ്രീ AG ജോർജ്, ഈ സിദ്ദിഖിൻ്റെ ഇടക്കാല ജാമ്യത്തെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? അതിന് സമ്പത്തിന് മുമ്പിൽ മുകളിൽ പരുന്ത് പോലും പറക്കുകയില്ല എന്ന ഒരു ആപ്തവാക്യമാണ് എനിക്ക് ഓർമ്മയിൽ വരുന്നത്. ഏതായാലും ലക്ഷങ്ങൾ മുടക്കി വക്കീലന്മാരെയൊക്കെ ഇറക്കി വാദിക്കത്തക്ക രീതിയിലുള്ള പ്രാപ്തിയുള്ളവരാണ് ഇതിനകത്തെ കക്ഷികൾ എന്നതിനെ സംബന്ധിച്ച് യാതൊരു സംശയവുമില്ല. അപ്പോൾ കോടതി ഇപ്പോൾ ഇതിനകത്ത് കണ്ടിരിക്കുന്നത് കാലതാമസമാണ് ഒരു പ്രധാന കാരണമായി അവർ കണക്കിലെടുത്തതും അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സിദ്ദിഖിന് മുൻകൂർ ജാമ്യം കൊടുത്തിരിക്കുന്നതും. ഇതിനകത്തെ കാലതാമസത്തിന്റെയൊക്കെ ഉത്തരവാദികൾ ഒരളവ് വരെ സർക്കാർ കൂടിയാണ് എന്ന് സമ്മതിക്കേണ്ടതായിട്ട് വരും. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ 4.5 വർഷത്തിലധികമായി സർക്കാർ പൂഴ്ത്തി വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ